നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ എന്നുള്ള ആ ടോപ്പിക്കിൽ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലാലാജി മഹാരാജ് ദേഷ്യത്തെക്കുറിച്ചാണ് പരാമർശിച്ചത്. ആംഗർ ഇസ് എ പോയ്സൺ ടു സ്പിരിച്വാലിറ്റി. അൺലെസ് വി ആർ ഫ്രീ ഫ്രം ദിസ് പ്ലേഗ്, moderation can never be attained. The effect of anger is that the system becomes heavy and tension is produced. There will be continuous pressure on thought. This human frailty leads to loss of self-respect and individuality and results in unhappiness. This does not allow the free and subtle current to enter. In other words, it restrains the flow of divine grace. ഇപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് ക്രോധം, ബാബുജി മഹാരാജ് പറഞ്ഞിട്ട് കാമവും ക്രോധവും ഡിവൈനായിട്ടുള്ള ക്വാളിറ്റീസാണ്. നമ്മൾ ക്രിയേഷനിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ക്വാളിറ്റീസാണ്. നമ്മുടെ ശരിക്കുള്ള ക്യാരക്ടർ റിയലൈസ് ചെയ്യാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള രണ്ട് ക്വാളിറ്റീസ്. നമ്മൾ ക്രിയേഷനിലേക്ക് തിരിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായത് ഭയമാണ് എന്ന് ദാജി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സംസ്കാരം തിരിച്ച് പോയാൽ ഞാൻ ഇല്ലാണ്ടാവും എന്നുള്ള ആ ഭയം. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള എൻ്റെ അടിസ്ഥാനപരമായ ഫൗണ്ടേഷനെ പറ്റിയിട്ടുള്ള ഒരു ലോസ് ഓഫ് മെമ്മറി നഷ്ടപ്പെട്ടു പോയി. ഓർമ്മ, ശരിക്കുള്ള ഓർമ്മയുടെ ഉള്ളിൽ, പക്ഷേ അത് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. ആ ഭയം മാത്രം ബാക്കി നിന്നു. എങ്ങനെയാണ് ഞാൻ ഇനി എൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക? ഒരു വീട് വിട്ടു പോയിട്ടുള്ള ഒരു മുടിയനായ പുത്രൻ്റെ കഥ ജീസസ് ക്രൈസ്റ്റ് പറയാറുണ്ട്. അപ്പോൾ ആ മുടിയനായ പുത്രൻ ഇങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക? അങ്ങനെ മുഖേന നട്ടം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അച്ഛൻ കാത്തിരിക്കുക. അതുപോലെയാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ ഈ ഭയത്തെ ഓവർകം ചെയ്യാൻ നമുക്ക് വേണ്ട ക്വാളിറ്റിയാണ് ക്രോധം, അതുപോലെ തന്നെ കാമം, ഡിസയർ. നമ്മൾ ക്രോധം കാണിക്കേണ്ടത് എങ്ങോട്ടാണ്? നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ ക്രിയേഷൻ,
ആ ക്രിയേഷനെ യഥാർത്ഥത്തിൽ നോളജാക്കി മാറ്റണം. ഈ ക്രിയേഷൻ എൻ്റെ ഈ ചെറിയ ഈഗോ കാരണമാണ് നിലനിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ അട്രാക്റ്റഡ് ആയിരിക്കുന്നത്. ഇത് പോയാൽ ഞാനില്ലാണ്ടാവും. യഥാർത്ഥത്തിൽ ഞാനില്ലാണ്ടേ ആവില്ല. ഈ ക്രിയേഷന് മുഴുവൻ ശക്തി നൽകുന്ന സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ എൻ്റെ പരംധാമം. ഭഗവാൻ പറഞ്ഞു യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അതാണ് എൻ്റെ പരംധാമം. അത് റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രിയേഷനെ ശരിക്കുള്ള ഒരു കാഴ്ചയിലൂടെ കാണും. ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇരുട്ടത്ത് വീഴുമ്പോൾ വെളിച്ചം വരുന്നു. അതുപോലെ തന്നെ ആ യഥാർത്ഥ പ്രകാശം ഈ ക്രിയേഷനിലേക്ക് ചൊരിയണം. ആ പ്രകാശം ചൊരിയണമെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഷാഡോയിലേക്ക് നോക്കാണ്ട് പ്രകാശത്തിലേക്ക് നോക്കിയിട്ട് അത് പൂർണ്ണമായിട്ട് നൽകാൻ തയ്യാറായിട്ട് നിൽക്കണം. അതാണ് ടേണിങ്, ഈശ്വരിലേക്ക് തിരിയുക. ആ തിരിയണേനാണ് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ക്രേവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസയറിനെ ക്രേവിങ് ആക്കി മാറ്റണം. താഴേക്കുള്ള നമ്മുടെ ആഗ്രഹത്തെ സത്യാഗ്രഹമാക്കി മാറ്റണം. മഹാത്മാഗാന്ധിജിയുണ്ട് സത്യാഗ്രഹം. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി സത്യാഗ്രഹവും അഹിംസയും രണ്ട് പ്രധാനപ്പെട്ട തൻ്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞത്. അതുപോലെ ബ്രഹ്മചര്യം, ബ്രഹ്മത്തിലേക്ക് ഓൾവേസ് ശ്രദ്ധിക്കുക, ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ടേമാണ് ബ്രഹ്മചര്യം. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഈ ക്രോധത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചെറിയ ക്രിയേഷനിലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പവറിനെ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് അപകടകാരിയമാണ്. നമ്മൾ സെപ്പറേഷനിലേക്ക് നയിക്കുന്നു. നമ്മൾ ചെറിയൊരു ഏരിയയിലേക്ക് മാത്രം നമ്മുടെ ആ നോളജ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളതെല്ലാം എനിക്ക് പ്രശ്നമാണ്, എൻ്റെ ഈ ക്രിയേഷനെ നശിപ്പിക്കും എന്നുള്ളൊരു തോന്നൽ. ഞാനൊരു മുറി എടുക്കുന്നു, അച്ഛൻ പണിത വീട്, അച്ഛനും അമ്മയും കൂടി സ്നേഹത്തോടെ ഉണ്ടാക്കിയിട്ടുള്ള മാൻഷനിൽ ഒരു മുറി എടുത്തിട്ട് ഈ മുറിയിലേക്ക് ആർക്കും പ്രവേശനമില്ല. ആ മുറിയിൽ ആരെയും പ്രവേശിച്ചാൽ ദേഷ്യം വരും. അപ്പോൾ നമ്മുടെ ബോർഡറാണ് യഥാർത്ഥത്തിൽ ആ മുറി. അതുപോലെ മൃഗങ്ങൾക്ക് ഇത് കാണാം, അവർക്കൊരു ബൗണ്ടറി ഉണ്ട്. അതിലേക്ക് ആരെയും പ്രവേശിച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരും. നമ്മുടെ വേറൊരു ബൗണ്ടറി നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തെ ആരെങ്കിലും സ്പർശിച്ച് കഴിഞ്ഞാൽ, അനാവശ്യമായി സ്പർശിച്ചാൽ നമുക്ക് ദേഷ്യം വരും. എന്തിനാണ് എന്നെ തൊട്ടത് അറിയാതെ, ആവശ്യമില്ലാതെ എന്തിനാണ് തൊടുന്നത്? അപ്പോൾ അത് ദേഷ്യത്തോട് അടിക്കുകയാണെങ്കിലും കൂടുതൽ ദേഷ്യം വരും, തൊട്ടാത്തന്നെ ദേഷ്യം വരും. അതിനേക്കാളും നമ്മൾ ദേഷ്യം വരുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ച ഈഗോൻ്റെ മറ നമ്മൾ വളരെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ട് എൻ്റെ ഒരു ഉള്ളിലുള്ളൊരു ക്രിയേഷൻ ഉണ്ട്. ഇത് പൂർണ്ണമായിട്ടും റിവീൽ ചെയ്യാൻ ധൈര്യമില്ലായ, ഇതറിയൂ എന്നുള്ളൊരു പേടി. ഇതെല്ലാം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എല്ലാവരും അറിയും. അതുകൊണ്ട് ഞാനത് മറച്ചു പിടിക്കാൻ നോക്കുകയാണ്. അതിലേക്ക് ആരെങ്കിലും കടന്നു വരാൻ ശ്രമിച്ചാൽ ദേഷ്യപ്പെടും, നമ്മൾ ഒഴിവാക്കും. വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, മിണ്ടാതിരിക്കുന്ന ആൾ. നമ്മളേക്ക് ശാന്തരാന്നിരിക്കും. ഒന്ന് പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്താൽ ശാന്തതയൊക്കെ പോകും, ദേഷ്യം വരും. നമ്മളൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം മാറാനായിട്ട് തപസ് ചെയ്ത ഒരു വ്യക്തി നാട്ടിൽ വന്നിട്ട് ഒരു കുട്ടി അയാളെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അച്ഛാ അങ്കിളെ ദേഷ്യം വരുമോ, ദേഷ്യം അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവസാനം അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാരണം ഒരു കംഫോർട്ട് സോണിൽ മാത്രം കുടുങ്ങി നിൽക്കുകയാണ്, അതിൽ മാത്രം എനിക്ക് ദേഷ്യം വരില്ല. അതുകൊണ്ടാണ് ആങ്കർ പോയിസൺ ടു സ്പിരിച്വാലിറ്റി. നമ്മുടെ എക്സ്പാൻഷനെ തടുക്കുന്നു. ഒരിക്കലും മോഡറേഷൻ വരില്ല. നമുക്ക് മനസ്സിനൊരു സന്തുലിതാവസ്ഥ ഒരിക്കലും വരില്ല. കാരണം എല്ലാം ഒരുപോലെ കാണാനുള്ള കഴിവ് നഷ്ടപ്പെടും ദേഷ്യം വരുമ്പോൾ. നമ്മുടെ സിസ്റ്റം ഹെവി ആവുന്നു, ഭാരം വരുന്നു. നമ്മുടെ ഉള്ളിലെ ഭാരം എന്താണ്? നമ്മുടെ ഈഗോ സൃഷ്ടിക്കുന്ന ക്രിയേഷൻ, അതാണ് നമുക്ക് ഭാരം. നമ്മൾ ഇതാണ് കൊണ്ടു നടക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് യഥാർത്ഥം നമുക്ക് ഭാരമാണ്. കൂടുതൽ സ്വത്ത് ഉണ്ടാകുമ്പോൾ കൂടുതൽ ഭാരം വരും, അത് അറ്റാച്ച് ആവുകയാണെങ്കിൽ. സമ്പന്നരായിട്ട് ആൾക്കാർക്ക് ഈ സമ്പന്നത ഒരു ഭാരമായി മാറുന്നതാണ്. അതിന് സെക്യൂരിറ്റി വയ്ക്കുന്നു, പോലീസിൽ നിന്ന് വിളിക്കാൻ നോക്കുന്നു, ഇൻകം ടാക്സ് അടയ്ക്കാതെ നോക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കടത്തിയിട്ട് അവസാനം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ച അവസാനം അദ്ദേഹം തന്നെ കുടുങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം വരുന്ന റിയാക്ഷനാണ് ഒരു തരത്തിലെ ക്രോധം. ചിലപ്പോൾ ഒച്ചപ്പാടുണ്ടാകണമെന്നില്ല, ചിലപ്പോൾ അറിയാതെ വയലൻസ്. ഈ എന്താ പറയുക, ശരിയായിട്ട് ദിശയിൽ ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരെതിരെ ചിലപ്പോൾ പ്രയോഗിക്കും ഈ ദേഷ്യം, വയലൻസ് ആയിട്ട് വരും. ജീസസ് ക്രൈസ്റ്റിൻ്റെ എക്സാമ്പിൾ എടുത്താൽ അറിയാം. ജീസസ് ക്രൈസ്റ്റ് ശരിക്കുള്ള ആ സത്യം അറിയിച്ചപ്പോൾ അവിടെയുള്ള പ്രീസ്റ്റിനൊക്കെ, മതപണ്ഡിതന്മാർക്കൊക്കെ ദേഷ്യം വന്നതാണ്. അവരുടെ
സ്ഥാനം പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ സ്ഥാനം നശിപ്പിക്കുന്ന ആളെ ഡിസ്ട്രോയ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉയരുന്നതിന് പകരം നമ്മളെ കറക്റ്റ് വഴിയിൽ നയിച്ചിട്ട് നമ്മൾ താണു പോകാൻ തോന്നുന്നു. ഒരു വടി വേറൊരു വടി വരികയാണെന്ന് വെച്ചു, ഞങ്ങളെ കുറച്ചുകൂടി നീളമുള്ള വടി. ഈ വടി സ്വന്തം നീളാൻ പറ്റുന്നില്ല, അപ്പം മറ്റേ വടിയെ മുറിച്ചിട്ട് തന്നെക്കാളും താഴ്ത്തുക. ഇതാണ് ആങ്കർ. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള വയലൻസും പലപ്പോഴും ജലസി കൊണ്ടാണ്, അസൂയ കൊണ്ട് വരുന്നു, അസഹിഷ്ണുത കൊണ്ട് വരുന്നു, നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആങ്കർ നമ്മുടെ ഉള്ളിൽ ഹെവിനെസ് സൃഷ്ടിക്കും, നമ്മൾ സെപ്പറേഷൻ സൃഷ്ടിക്കും. ഹെവിനെസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആവുന്നു. ഐസ് കട്ട ഒരു സ്ഥലത്ത് മാത്രമേ നിൽക്കുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. വെള്ളമാവാൻ എക്സ്പാൻഡ് ചെയ്യണം. ഐസിന് വെള്ളമാവാൻ ആ ചൂട് സ്വീകരിക്കണം. അതുപോലെ എനിക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള പ്രഷേഴ്സ് സ്വീകരിക്കണം, എന്നാൽ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. പ്രഷേഴ്സിനെ നമ്മൾ തടുക്കുമ്പോൾ നമ്മൾ കൺസ്ട്രിക്റ്റഡ് ആവുന്നു, നമ്മൾ ഡെൻസ് ആവുന്നു, ഗ്രോസ് ആവുന്നു. അപ്പോൾ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നു. അതാണ് ലാലാജി പറയുന്നത്. നമുക്ക് ദേഷ്യം നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് നശിപ്പിക്കുന്നു. നമുക്ക് ആരെയും മുഖത്ത് നോക്കാൻ പേടിയാണ്. അഹംബോധം വർദ്ധിച്ച് ഭയം. എന്നെ ആരെങ്കിലും കണ്ടെത്തുമോ, അതാണ് ഭയം. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റിൽ ശരിക്കും സെൽഫ് റെസ്പെക്റ്റുള്ള ആളെന്ന് പറഞ്ഞാൽ സെൽഫ് ലൈക്ക് ആവണമെന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള സെൽഫിനെ പ്രകടിപ്പിക്കാൻ നമുക്ക് മടിയില്ലാണ്ടാവണം, ഓപ്പൺ ആവണം, ട്രാൻസ്പെറൻ്റ് ആവണം. ആ ട്രാൻസ്പെറൻസി ഇല്ലാത്തവർക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയും. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ ബഹുമാനിക്കുന്നില്ല. കാരണം ഈശ്വരനെ എവിടെയെങ്കിലും മറച്ചു വയ്ക്കാൻ സാധിക്കുമോ? ഈശ്വരനെ എല്ലായിടത്തും റിവീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലെ സത്യത്തെ, എൻ്റെ ഉള്ളിലെ സ്നേഹത്തെ അടച്ചു പൂട്ടി വെക്കുമ്പോൾ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, ഇൻഡിവിജ്വൽ റെസ്പെക്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അത് ദുഃഖത്തിന് കാരണമാവും. ഇറ്റ് ലീഡ്സ് ടു അൺഹാപ്പി. തീർച്ചയായിട്ടും ദേഷ്യം ദുഃഖത്തിന് കാരണമാവും. നമുക്ക് സാധാരണ എടുത്താൽ നോക്കിയാൽ തന്നെ അറിയാം, ദേഷ്യം വന്നിട്ട് പിന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നും. കാരണം പല ഫാക്ടേഴ്സും പിന്നെ മനസ്സിലാവും. ഞാൻ ദേഷ്യപ്പെട്ടതിന് വലിയ അർത്ഥമൊന്നും ഉണ്ടായില്ല എന്ന് പിന്നെ മനസ്സിലാവും. ദേഷ്യം ഉള്ള സമയത്ത് അത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസിനെ കരിച്ചു കളയേണ്ട ദേഷ്യം പുറമേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ, ഭഗവാൻ ശിവൻ കാമദേവനെ കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതൊരു ഫിഗറേറ്റീവായിട്ടുള്ള എക്സ്പ്രഷനാണ്. തൻ്റെ ഉള്ളിലെ കാമത്തെ നിഗ്രഹിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് കാമം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ കാമം പോകും. വിശ്വാമിത്രൻ മേനകയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന പോലെ, എന്നെ കാണാൻ വരണ്ട, ആരാണ് അതിൻ്റെ കാരണക്കാരനെ? താൻ തന്നെയാണ്. അത് ദേഷ്യപ്പെട്ട പോലെ കാര്യമുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ക്രോധം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാണ്ടാക്കുന്നു, തീർച്ചയായിട്ടും അൺഹാപ്പിനെസ്സിലേക്ക് നയിക്കുന്നു. ഈ ലോകത്തിലുള്ള ദുഃഖത്തിൻ്റെ ഒരു പ്രധാന കാരണം ദേഷ്യത്തിൻ്റെ മിസ്ഡയറക്റ്റ് ആയിട്ടുള്ള ഉപയോഗമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡിവൈൻ കറക്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന തടസ്സം തീർക്കും. ഇറ്റ് റെസ്ട്രെയിൻസ് ദ ഫ്ലോ ഓഫ് ഡിവൈൻ ഗ്രേസ്. ഇതും വളരെ എവിഡൻ്റ് ആണ്. നമ്മൾ മറ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമായിട്ട്, കാരണം വരുന്നത് മുഴുവൻ ഈശ്വരൻ്റെ ക്രിയേഷനിൽ നിന്ന് വരുന്ന ഇൻപുട്സാണ്. നമ്മൾ ആ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ അങ്ങോട്ടുള്ള വാതിൽ കൊട്ടിയടയ്ക്കുന്നു. നമ്മൾ ജനലടച്ചു കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കാറ്റ് കയറണ്ട എന്ന് വിചാരിക്കുമ്പോൾ അങ്ങോട്ടുള്ള ദർശനവും പോകുന്നു. ഇതാണ് ഉള്ളിൽ നിന്നുള്ള ഒഴുക്കിനെയും തടുക്കുന്നു, ഗ്രേസിൻ്റെ പ്രവാഹത്തെ തടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതും നമുക്ക് ഫീൽ ചെയ്യാതെയായി മാറുന്നു. അത് നമ്മളെപ്പോഴും പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ ഈ ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷനിൽ വരെയും ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.